വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്ത് അൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് 107-ാമത്തെ ആയത്ത് മുതൽ 107-ാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെയാണ് നമ്മളിന്ന്, അതായത് 110 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ഓതാം, അതിനുശേഷം അതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദാ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഇനി നമുക്കതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും കടക്കാം. 107-ാമത്തെ വചനമാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകട്ടെ, കാനത്ത് ലഹും അവർക്കുണ്ടായിരിക്കുന്നതാണ് ജന്നാത്തുൽ ഫിർദൗസി. ജന്നാത്തുൽ ഫിർദൗസ്, ഫിർദൗസ് ആകുന്ന സ്വർഗങ്ങൾ, ഫിർദൗസ് ആകുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ടായിരിക്കും. നുസുലൻ, ഒരു സൽക്കാരമായി, ആതിഥ്യ സൽക്കാരമായി അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ്, ഉന്നതമായ സ്വർഗങ്ങൾ അവർക്കുണ്ടായിരിക്കും. ഫിർദൗസ് ആകുന്ന സ്വർഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. ഇവിടെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലദീന ആമനു ബി ഖുലൂബിഹിം വഅമിലു സ്വാലിഹാത്ത് ബി ജവാരിഹിം. വിശ്വാസവും പ്രവർത്തനങ്ങളും രണ്ടും വേണം. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ കൂടെ വേണം, എങ്കിലേ അവൻ്റെ ദീൻ പൂർത്തിയാകും. ഇനി പ്രവർത്തിക്കുന്നുണ്ട്, വിശ്വാസമില്ലെങ്കിലും അതും ഒരിക്കലും നാളെ സ്വർഗം കിട്ടുവാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയില്ല എന്നാണ്. തശ്മുലു ഹാദൽ വസ്ഫ്, ഈ വിശേഷണം ഉൾക്കൊള്ളുന്നുണ്ട് എന്ത്? ജമിഅ ദീന് മുഴുവൻ. ദീനിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ അതൊക്കെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ ഒരു അതിഥി സൽക്കാരമായി സ്വർഗമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ എല്ലാ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, ശാഖാപരമായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊള്ളും. ഇനി ജന്നാത്തുൽ ഫിർദസ്, അൽ ഫിർദസ് എന്ന് പറഞ്ഞാൽ അഅലൽ ജന്നയാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ് ഈ വിശേഷണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും സൽക്കർമ്മങ്ങളും വിശ്വാസങ്ങളുമൊക്കെ പൂർത്തിയായ പ്രവാചകന്മാർക്കും അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖറബീങ്ങളായ ആളുകൾക്കും ലഭിക്കുന്ന ഉന്നതമായ പദവിയാകുന്നു എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു സാധ്യത, സ്വർഗത്തിലെ എല്ലാ ഭവനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുമെന്നാണ്. അങ്ങനെയും അഭിപ്രായമുണ്ട്. എല്ലാ വിശ്വാസത്തിൻ്റെയും കർമ്മങ്ങളുടെയും ഏറ്റക്കുറവിനനുസരിച്ച് കൊണ്ട് സ്വർഗത്തിലുണ്ടാകുന്ന സർവ്വ പദവികളെയും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന്, ഫിർദൗസ് ആകുന്ന എന്താണ് സ്വർഗങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്നും പറയുന്നു. പിന്നെ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നുസുൽ, അതായത് വിരുന്ന്, ഒരാതിഥ്യ സൽക്കാരം. എല്ലാ അർത്ഥത്തിലും എന്താണ് സ്വർഗമെന്ന് പറയുന്നത് ഒരു വിരുന്നു തന്നെയാണെന്നാണ്. എല്ലാ നിലക്കും ഒരു ലിയാഫത്ത്,
അജല്ലു അക്ബർ എന്നാണ്, ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ഒരാതിഥ്യമാണത്. കാരണം ഒരു വിരുന്ന് എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാമാണ്, അതായത് ഒരാളെ വിരുന്നിന് വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആദരിക്കലാണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ആദരവ് ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ഏറ്റവും വലിയ പരിഗണന ലഭിക്കുന്ന സ്ഥലം ഏതാണ്? സ്വർഗമാകുന്നു. പിന്നെ ശരീരത്തിനും സന്തോഷം, മനസ്സിനും സന്തോഷം. അങ്ങനെ ഉണ്ടല്ലോ. വിരുന്ന് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളവിടെ പോകുന്നതിലും പങ്കെടുക്കുന്നതിലും ഒരു സ്നേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു കണ്ടുമുട്ടലിൻ്റെയും പരസ്പരം കൂടിച്ചേരലിൻ്റെയൊക്കെ ഒരു മാനസിക സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കും, ഒരു ശാരീരിക സന്തോഷവുമുണ്ട്. എന്താ സ്വർഗത്തിൽ? അല്ല അസ്ജാറുൽ മുസ്മിറ, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അതേപോലെ തന്നെ ഒത്തുയൂറിൽ മുഖരിത, പാട്ടുപാടുന്ന പക്ഷികൾ, അതേപോലെ നല്ല നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, നല്ല പാനീയങ്ങൾ, അതേപോലെ തന്നെ സ്നേഹവതികളായിട്ടുള്ള ഭാര്യമാർ, അതേപോലെ സേവകന്മാർ, കുട്ടികൾ, ഒഴുകുന്ന നദികൾ, മനോഹരമായ കാഴ്ചകൾ, നിത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ലഭിക്കുന്ന സ്വർഗം റഊഫുർ റഹീമായ പരമകാരുണികനായ അള്ളാഹു ഒരുക്കുന്ന ഏറ്റവും വലിയ വിഭവവും ഏറ്റവും വലിയ സൗകര്യവുമാണത് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വർഗം സൽക്കർമ്മങ്ങൾക്ക് ഫലമായിക്കൊണ്ട് ലഭിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ആത്യന്തികമായി നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ആ സ്വർഗമാണ്. ഓരോ ജീവിത പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ല, പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും വരും. അപ്പോൾ അവർ ജീവിതം തന്നെ മുഴുവനായി നഷ്ടപ്പെട്ട പോലെയാണ് അവരൊക്കെ പറയുക. ഒരു 32 വയസ്സായി 33 വയസ്സായി ഒരു അന്വേഷണം ശരിയാവുന്നില്ല, വിവാഹങ്ങൾ വൈകുന്നു, ജീവിത പ്രതിസന്ധികൾ, രോഗം സുഖമാവാത്തതിൻ്റെ പരാതികൾ, ഇതൊക്കെ കൊണ്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വരുമ്പോൾ അവരോടൊക്കെ എപ്പോഴും നമുക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ എന്താണ്? ആത്യന്തികമായി നമുക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താണ്? നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന സ്വപ്ന സമാനമായിട്ടുള്ളൊരു വിവാഹ ജീവിതം, സ്വപ്നസുന്ദരമായിട്ടൊരു കുടുംബജീവിതം, ഒരാരോഗ്യാവസ്ഥ, ഇതൊക്കെ നമുക്ക് കിട്ടും. അതെവിടെയാണ്? സ്വർഗത്തിലാണ് കിട്ടുക. അപ്പോൾ ആ സ്വർഗം ആത്യന്തികമായൊരു ജീവിതം, പരാതികളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, പരീക്ഷണങ്ങളില്ലാത്ത ഒരാത്യന്തികമായ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനൊന്നും തടസ്സമല്ലല്ലോ. ഒരാൾക്ക് ജോലിയില്ല, ഭാര്യയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല എന്നൊന്നും പറയുന്നത് എന്തല്ല, ആത്യന്തികമായ ലക്ഷ്യത്തെ സഹായിക്കേ ചെയ്യുള്ളൂ. ആ വിഷമങ്ങൾക്കൊക്കെ പകരം പ്രതിഫലം കിട്ടുമ്പോൾ സ്വർഗം എളുപ്പമാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, കാരണം നമ്മുടെ ആശ സ്വർഗമാണ്. അപ്പോൾ സ്വർഗം കിട്ടാൻ ഇതൊന്നും തടസ്സമല്ല. രക്തസാക്ഷിത്വം സ്വർഗം വേഗത്തിൽ നേടിക്കൊടുക്കുകയല്ലേ ചെയ്യുക. പക്ഷേ ജീവിത പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മനുഷ്യന് വിഷമങ്ങൾ സൃഷ്ടിക്കും. ഇവിടെയുള്ളതെല്ലാം എവിടേക്ക് വേണ്ടി സമ്പാദിക്കുവാനും സ്വർഗത്തേക്ക് വേണ്ടി പരിശ്രമിക്കാനുമുള്ള ഈ ജീവിതത്തെ നിലനിർത്താൻ നമുക്ക് വീട് വേണം, നമുക്ക് ഭക്ഷണം വേണം, ഭാര്യ വേണം, കുടുംബം വേണം, സമ്പത്ത് വേണം, ഒക്കെ വേണം. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളും നമ്മളെ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല. പരലോകം നേടാൻ പണമുള്ളവനും പണമില്ലാത്തവനും ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും എല്ലാവർക്കും പറ്റുമെന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഇപ്പോൾ നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം സ്വർഗമാകുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റെല്ലാ നിരാശകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്നാണ്. ഇനി എന്താണ് ആ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ, അതിൽ അവർ ശാശ്വതരായിരിക്കും, അതിലവർ നിത്യവാസികളായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒരു മാറ്റത്തെ വിട്ടുമാറുവാൻ, ഹിവൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറിപ്പോകാൻ ഒരിക്കലും അവരെന്താവുക, ലാ യബ്ഗൂന, ആഗ്രഹിക്കുക. എങ്ങനെ ആഗ്രഹിക്കാം? നമുക്ക് എന്തൊന്നും മടുക്കുന്നതിൻ്റെ പിന്നിൽ, യാത്ര മടുത്തു, അല്ലെങ്കിൽ താമസം മടുത്തു, നാട് മടുത്തു, വീട് മടുത്തു, ജോലി മടുത്തു എന്നൊക്കെ നമ്മൾ പറയും. സ്വർഗം അങ്ങനെ അല്ലല്ലോ. അവിടെ മനുഷ്യനിൽ മടുപ്പോ വെറുപ്പോ വിഷമോ ഉണ്ടാക്കുന്ന ഒന്നുമില്ല. ആസ്വാദനങ്ങളും സന്തോഷങ്ങളും വർദ്ധിച്ചു കിട്ടുന്ന സ്വർഗത്തിൽ മനുഷ്യൻ അവിടുന്ന് മാറിപ്പോവാൻ ആഗ്രഹിക്കും. ഒരിക്കലും ജീവിതത്തിലൊരു മടുപ്പും വിരസതയും അനുഭവപ്പെടാത്ത സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഏറ്റവും വലിയ സംഗമ ഭൂമിയാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ. അതാണത്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. അപ്പോൾ സൽക്കർമ്മങ്ങളിലൂടെ നല്ല ജീവിതത്തിലൂടെ ആത്യന്തികമായ സ്വർഗം, അവിടെ പിന്നെ പരാതിയില്ല,
കഴിയണില്ല, വിഷമം ആണ് എന്നൊന്നും പറയുന്നൊരവസ്ഥ ഉണ്ടാവാത്ത ഒരു സമ്പൂർണ്ണ സ്വർഗം നമ്മെ ഏവരെയും കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. ജീവിതത്തിൽ 10, 25, 30 കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് എനിക്ക് ഒരു ദാമ്പത്തികമായ ജീവിതത്തിൻ്റെ അനുഭവവും എനിക്കുണ്ടായിട്ടില്ല. ഒരു നിലക്കിങ്ങനെ എന്തോ ഒരു നിർബന്ധാവസ്ഥയിൽ ജീവിച്ചു പോകുന്നു അയാളുടെ കൂടെ എന്നാണ്. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അയാളെ പിരിഞ്ഞിട്ടോട്ട് പോകാനും എനിക്ക് കഴിയില്ല. പക്ഷേ ഈ ഭൂമിയിൽ ദാമ്പത്യത്തിൻ്റെ ഒരു സുഖം അനുഭവിക്കാതെ എൻ്റെ ജീവിതം തീർന്നു പോയല്ലോ എന്ന് ഒരു സഹോദരി പരാതിപ്പെടുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങളും ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? പരലോക വിശ്വാസം വേണം. പക്ഷേ ഈ വിളിച്ച ആൾ വിശ്വാസിയല്ല. അപ്പോൾ നമ്മൾ അവരോട് എന്ത് പറഞ്ഞു കൊടുക്കും? ഒരു വിശ്വാസിയോട് എന്തിനും നമുക്ക് മറുപടി ഉണ്ട്, എന്തിനും നമുക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാനുണ്ട്, ആശ്വസിപ്പിക്കുവാൻ വാക്കുകളുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വിശാലമാണത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും മഖ്ലൂഖത്താണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ മഖ്ലൂഖത്തല്ല, സൃഷ്ടിയല്ല. എല്ലാ ജമീഉൽ മഖ്ലൂഖാത്ത് മുൻഖളിയത്തുൻ മുൻതഹിയത്തുൻ, എല്ലാ സൃഷ്ടിയും എന്തേലും തീർന്നു പോകും, അവസാനിക്കും. എല്ലാം എന്തും എല്ലാ സൃഷ്ടികളും എന്ത് ചെയ്യും? നശിക്കും, എടുത്താൽ തീരും, സമാപിക്കും, കഴിയും. അത് സൃഷ്ടികളുടെ ഒക്കെ പ്രത്യേകം. സൃഷ്ടികളൊക്കെ നശിക്കാനും തീരാനും ഇല്ലാതാവാനും ഒക്കെ ഉള്ളതാണ്. എന്നാൽ നശിക്കാത്തതാണെന്ത്? അള്ളാഹുവിൻ്റെ കലാം. അത് എന്ത് ചെയ്യും? അമ്മ കലാമുല്ലാഹ് ഫഇന്നഹു മിൻ ജുംലത്തി സിഫാത്തി, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ കലാം. അത് ഗൈറു മഖ്ലൂഖത്താണ്, സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുകൊണ്ട് വലാ ലഹ ഹദ്ദുൻ, അതിനൊരു പരിധി. എല്ലാറ്റിനും പരിധിയുണ്ട്. കടലിലെ വെള്ളത്തിന് പോലും അളവും പരിധിയുമുണ്ട്. അത് കുറയും കൂടും അല്ലേ? കടലിലെ വെള്ളം കൂടി വരുന്നു, കുറഞ്ഞു വരുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനൊക്കെ വ്യത്യാസങ്ങളും പരിധികളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമുകൾക്ക് പരിധിയില്ല. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു നമുക്കത് പറഞ്ഞു തരുന്നത്. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ അതെഴുതുവാൻ, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതുവാൻ വേണ്ടി സമുദ്രം മുഴുവനും മഷിയായിരുന്നാലും, ലൗ കാനൽ ബഹ്റു മിദാദൻ, കടൽ മുഴുവനും എന്താകണം? മഷിയാകണം. കെലിമാത്ത് റബ്ബിയാൽ എൻ്റെ റബ്ബിൻ്റെ കെലിമത്തുകൾ എഴുതാൻ, എൻ്റെ റബ്ബിൻ്റെ കെലിമത്തുകൾ എഴുതാൻ, വചനങ്ങൾ എഴുതാൻ വേണ്ടി കടൽ മുഴുവനും എന്ത് ചെയ്യുക? മഷിയായി തീരുകയാണെങ്കിലും ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, ഇനി അതിന് സമാനമായ എത്ര പോഷകമായ സമുദ്രങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതി തീരുന്നതിന് മുമ്പ് സമുദ്രം തീർന്നു പോകുന്നതാണ്, കഴിയൂലെന്ന്. അത് അള്ളാഹുവിൻ്റെ കലാം അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? അതിന് പരിസമാപ്തിയില്ല, അവസാനമില്ല, തീർന്നു പോകലില്ല എന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്നാണ് അള്ളാഹുവിൻ്റെ അറിവ്. ഇതേ ആശയം വരുന്ന മറ്റൊരായത്തുണ്ടല്ലോ, വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാം, ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങളും പേനകളാകുക. വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ, പിന്നെ കടലുകൾ അതിന് എന്ത് ചെയ്യുക? എഴുതാനുള്ള മഷികളാകുകയാണെങ്കിലും മാ നഫിദത്ത് കെലിമാത്ത്, അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ തീർന്നു പോകില്ല എന്നാണ്. ഇന്നല്ലാഹ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു എന്നാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ മഹത്വം, ആ വിജ്ഞാനത്തിൻ്റെ വിശാലത എല്ലാം ഈ ആയത്ത് പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇനി അടുത്തതോ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. കുൽ നബിയെ പറയാം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു. ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാകും. ഇന്നമാന്ന് പറയുമ്പോൾ മാത്രം എന്ന് കിട്ടും, കസറുണ്ട് അവിടെ, മാത്രം. അപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞാൽ
പ്രവാചകൻ എന്ന നിലക്കുള്ള സർവ്വ പ്രത്യേകതകളും നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. അതാണ് പറയുന്നത് എന്ത്? യൂഹായിലയ്യ, വഹി നൽകപ്പെടുകയാണെങ്കിൽ മാസവുമായിരിക്കും, പാപങ്ങൾ സംഭവിക്കാത്ത ആളായിരിക്കും, അല്ലേ, തെറ്റുകൾ സംഭവിക്കാത്ത ആളായിരിക്കും. പ്രവാചകത്വത്തിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ നബി സ്വല്ലല്ലാഹു ഉണ്ട്. എന്നാൽ മനുഷ്യരിൽ നിന്നുള്ളൊരു മനുഷ്യനാണ് പ്രവാചകൻ. വിശപ്പും വേദനയും വികാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടും നമുക്കിടയിൽ മാതൃകാപരമായി ജീവിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എന്താണ്? അള്ളാഹു ഒരേ ഒരു ഇലാഹാണെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ഉത്ബോധനം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബി. അതുകൊണ്ട് ആരെങ്കിലും തൻ്റെ റബ്ബുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ, അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ അമലൻ സ്വാലിഹൻ, സൽപ്രവർത്തനങ്ങൾ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അതാണ് ഈ അവസാനത്തെ വചനത്തിൽ പറയുന്നത്. ഇതിലുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാഹചര്യത്തിലും ജീവിച്ചിരിക്കുമ്പോഴാവട്ടെ വഫാത്തിന് ശേഷമാവട്ടെ ആരാധിക്കപ്പെട്ടുകൂടാ. കാരണം ആരാധന എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ലോകത്ത് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. വേറൊരാളോട് പറ്റുമായിരുന്നെങ്കിൽ അത് ആരായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും വീഴാൻ പോകുമ്പോഴും പ്രശ്നം വരുമ്പോഴൊക്കെ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയും രക്തസാക്ഷികളെയും സാലിഹ്യങ്ങളെയൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അവരെക്കാളൊക്കെ എത്രയോ ഉന്നതനല്ലേ പ്രവാചകൻ മുഹമ്മദ് നബി. എന്താ വിളിക്കാത്തത്? പ്രവാചകനെ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത് എന്നിവിടെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകനെ വിളിക്കാനും പ്രാർത്ഥിക്കാനും പറ്റില്ലെങ്കിൽ എത്ര ഉന്നതമാണെങ്കിലും ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്, ദാസനാണ്, പ്രവാചകനാണ്. അതുകൊണ്ട് ആ പദവിയിലേറെ ഉയർത്താൻ പറ്റില്ല. ഒരാ തത്രൂനി കമാ അത്രത്തിൽ നസാറാക്കൾ ഈസബിന് മറിയമിനെ പുകഴ്ത്തിയപ്പോൾ പുകഴ്ത്തി അവർ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. ആ സ്ഥാനത്തേക്ക് ഒരിക്കലും എന്നെ ഉയർത്തരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രത്യേകമായി പറയുന്നത്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ. അതുകൊണ്ട് ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ് പ്രത്യേകം. ശിർക്ക് ചെയ്തോ നാളെ പരലോകത്തൊരു രക്ഷയില്ല. അപ്പോൾ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ എത്രയോ നന്മകൾ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ശിർക്ക് സംഭവിക്കുന്നത്. ശിർക്ക് സംഭവിച്ചാൽ ലയഹ്ബത്തൻ അമലുകൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. 110 ആയത്തുകളുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ് തീരുമ്പോഴേക്കും പല ആളുകളും മനഃപ്പാടമാക്കിയിട്ടുണ്ടായിരിക്കും, ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു സൂറത്തുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയാണ്. ഈ ആയത്തുകൾ നേരെ ഒരു വർഷം കൂടി ഓതിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റും. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا.